ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടത്തിന്റെ പേരാണ് കേരള ടുഡേ അഥവാ ഇന്നത്തെ കേരള. അതെന്താ നാളെ കേരളം ഇല്ലേ? തൃശ്ശൂര് അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. തൃശ്ശൂരത്തെ ടൗണും മാർക്കറ്റും ഒക്കെ കാണിച്ചിട്ട് ഇയാള് തൃശ്ശൂരിനെ കുറ്റം പറയുകയാണ്. ഈ വാളൂറയിലായിട്ട് നിൽക്കുന്ന ചുള്ളനായിരുന്നു ഇവിടുത്തെ രാജാവ്, ശക്തൻ തമ്പുരാൻ. ഈ ഗഡി വടിയായപ്പോ തൃശ്ശൂക്കാരൊക്കെ ഭയങ്കര ശക്തന്മാരായി. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഇഷ്ടംപോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും ഈ ചീഞ്ഞി നാരുന്ന മാർക്കറ്റിനും കുണ്ടും കുഴിയും വെള്ളക്കെട്ടുള്ള ഈ ബസ് സ്റ്റാൻഡിനും ശക്തൻ അങ്ങോട്ട് പേരിട്ടു. കുറെ പോത്തർച്ചും കള്ളും അകത്താക്കി വെടിക്കെട്ടിന്റെ ഇടയിൽ ചെന്ന് നിന്ന് എന്തോരം പന്നികൾ വടിയായാലും ഇപ്പോഴും പൂരപ്പറമ്പ് വെടിപ്പറമ്പ് തന്നെയാ. പോലീസുകാരെ കുറെ നോക്കി വെടി നിർത്തി തൃശ്ശൂർ നന്നാക്കാൻ. ഇതിപ്പോ കൊറേ നേരമായല്ലോ. ഇപ്പൊ സകല ഉഡായ്പകളുടെയും ഡീലിങ്സ് നേരെ വെളുത്ത അന്ത്യാവോളം കരുവാന്റെ ആലയില ഒച്ചയും ബഹളാ. നീ വിഷയത്തേക്ക് പാഠമായണ്ടി. ഓ ചെവി അലക്കണ്, ഒന്ന് നിർത്തണ്ടത് പണ്ടാരം. ഇത് കേട്ടപ്പോ തന്നെ ആൾക്കാരൊക്കെ തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോയിണ്ടാവും. അതിന് ഏത് തിയേറ്ററില്ലേ? അങ്ങനെ ഈ പടം തുടങ്ങുകയാണ്. എന്തോരം ഗഡികളാണെന്ന് വീണ്ടും വോയിസ് ഓവറോ? എന്തോരം ഗഡികളാണെന്നറിയോ ഡെയിലി കത്തിപ്പിടിക്ക് വടിയാവണത്. ഒരാള് ചത്ത് കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയേണ്ടത്. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ഇതിന്റെ ഒക്കെ ശക്തന്മാരെ ചാപ്ലി, ചൊക്ലി, ദുർഗ. മതി ഞാൻ എന്നെ പറഞ്ഞുതരാം. പറഞ്ഞു കൊടുക്കണേ. സംഭവം എന്താന്ന് വെച്ചാ തൃശ്ശൂരില് കുറെ കൊട്ടേഷൻ ടീം കിടന്ന് വിലസുന്നുണ്ട്, അത്രേ ഉള്ളൂ കാര്യം. അതിനാണ് ഇയാളുടെ ചൊക്ലി കിക്ലി. ചാപ്ലി, ചൊക്ലി. എന്ത് ബീജമാണിത്? തന്തയാണ് തന്തേ. പക്ഷെ കണ്ടിട്ട് ഇയാള് ചെറുപ്പക്കാരനാണല്ലോ. ആരംഭത്തിൽ അപമാനം. ഒരു കൊട്ടേഷൻ ടീമിന് കൊടുത്തേക്കണ ബീജമാണ് കേട്ടോ നിങ്ങളിപ്പോ കേട്ടത്. ഈ സാധനമൊക്കെ വല്ല പാടത്ത് ഞാറ് നടാൻ പോകുമ്പോ ഇടുക. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ചക്കമ്പൻ. ഞാനൊരു കുരിശാണെന്നാ നാട്ടുകാര് പറയണേ. ഇന്ന് ചക്കമ്പെന്ന് കേട്ട മോളിലും ചോട്ടിലുള്ളവരുടെ പിട്ടുക്കൊന്ന് പേട്ടയ്ക്കും. അതെന്താ, അവർക്ക് അതിന്റെ അസുഖം ഉണ്ടോ? പണ്ട് കച്ചവടം നടത്താൻ വന്ന ബ്രിട്ടീഷുകാരെ നമ്മളെ ഭരിച്ചു. ഇന്നാ നമ്മളെ ഭരിക്കുന്ന ഒരു കച്ചവടം നടത്തണു. അപ്പൊ എനിക്കും തോന്നി ഒരു കച്ചവടം കളിച്ചാൽ എന്താന്ന്. ഇപ്പൊ നല്ല ബെസ്റ്റ് കളിയാ, ഒന്നും പിഴക്കണില്ല. ഭൂഷിക്കോന്ന്. ഞാൻ സബ് ഇൻസ്പെക്ടർ രേഖ, ഡ്രാക്കുള ലേഡിന്നാ നാട്ടുകാർ എനിക്കിട്ടിരിക്കുന്ന പേര്. അതെന്താ അങ്ങനെ ഒരു പേര്? എന്താണെന്ന് അറിയില്ല, ചിലരുടെയൊക്കെ ചോര കുടിക്കുക. എനിക്കതൊരു മോഹ. ഞാൻ വെറും ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു. എത്ര പെട്ടെന്നാ ഞാൻ SI പോസ്റ്റിലേക്ക് ഓടി കയറിയതെന്നറിയോ? ഇവിടെ രജനീകാന്ത് ഒരു പാട്ട് കഴിയുമ്പോ പണക്കാരനാവണു, അതിന്റെ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. അതെന്റെ ബലം കൊണ്ടാ. അങ്ങനെ നമ്മുടെ ചെസ് നമ്പർ 2ന്റെ ഇൻട്രോയും കലക്കി. പണ്ടൊക്കെ ഉപ്പിനും മുളകിനാ കളിച്ചേരുന്നത്. ഇയാൾ ഇനിയും പോയില്ലേ? ഇനി നീ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ നിന്നെ തല്ലും. അടുത്തത് ഞാൻ മുന്നാ. ഇതെന്റെ നാടല്ല. എന്നാ പൊക്കോ, എന്തിനാ അവിടെ ഇരിക്കുന്നു? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എനിക്കൊരു നാടുണ്ടായിരുന്നു. ഓ ശരി, കടിക്കാൻ വരണ പോലെയാണ് ഇയാൾ ഒരു ഡയലോഗ് പറയണത്. എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നത്? സാധാരണ രീതിക്ക് ഡയലോഗ് പറഞ്ഞൂടെ? ഞാനെന്തോ ഇയാളുടെ അടുത്ത് വല്ല 10 ലക്ഷം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത പോലെയാണ് അയാൾ ഒരു ഡയലോഗ് പറയണത്. ഞാൻ മുന്നാ, എനിക്കൊരു നാടുണ്ട്. ഞാൻ മുന്നാ, എനിക്കൊരു നാടുണ്ടായിരുന്നു. നാടെന്ന് പറഞ്ഞ കാട്. നാട് എന്ന് പറഞ്ഞ എങ്ങനെയാടോ കാടാവണത്? നാടോ കാടോ, നീ ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ഉറച്ചു നിൽക്ക്. ആ നാട്ടിൽ എനിക്കൊരു പെരയുണ്ടായിരുന്നു. ശരി മുന്നേ നീ ഒന്ന് കൂളാവ്. എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആ നാട്ടിൽ എനിക്കൊരു പെരയുണ്ടായിരുന്നു. പ്ലീസ് ഡോണ്ട് ഷൗട്ട്. ബിപി കൂടും, ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ്. ആ നാട്ടിൽ എനിക്കൊരു പേരുണ്ടായിരുന്നു. ആ പേരയിൽ എനിക്ക് എന്റെ അമ്മ ഉണ്ടായിരുന്നു. ആ ഇപ്പൊ ശരിയായി. എന്റെ അമ്മ. അപ്പൊ ഈ ഇരിക്കണ മുന്നെയാണ് നമ്മുടെ നായകൻ. ഈ കൃഷ്യ സിനിമയിൽ നമ്മുടെ ഹൃത്തിക് റോഷന്റെ ഒരു ഇൻട്രോ ഇല്ലേ, അതുപോലത്തെ ഒരു ഇൻട്രോ ആണ് നമ്മുടെ മുന്നേക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് അതുപോലെ എന്ന് പറഞ്ഞാൽ കൃഷിയിൽ അയാള് കുതിരയുടെ പിന്നാലെ ഓടും, ഇതിൽ നമ്മുടെ മുന്നേ ഒരു പട്ടിയുടെ പിന്നാലെ ഓടും. കാട്ടിലാണ് ജീവിക്കുന്നത്. ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളായ ഞങ്ങളെ
ഒന്നുമല്ലതാക്കി. കേരളത്തിൽ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ പുഴക്കരയിലും ഗുഹയിലും ഒക്കെ കഴിയുന്നുണ്ട്. ആവശ്യമായ വൈദ്യസഹായം ലഭിക്കാതെ നിരവധി സ്ത്രീകളും കുട്ടികളും മരിക്കുന്നുണ്ട്. കാട്ടിലെ മക്കളുടെ ഉന്നമനം, അവരുടെ മെച്ചപ്പെട്ട ജീവിതം, അതൊക്കെയാണ് നമ്മുടെ മുന്നയുടെ ലക്ഷ്യം. അതിനുവേണ്ടി മുന്ന അയാളുടെ വയ്യാതിരിക്കുന്ന അമ്മയെ പണിക്ക് വിട്ടാണ് ജീവിക്കുന്നത്. അറിയോ ഇവന്റെ മേലിറങ്ങിയിട്ടില്ല. ഞാൻ മാത്രമല്ല അവരെല്ലാവരും മുന്നയുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. അങ്ങനെ ജോലിക്ക് പോയി മുന്നയുടെ അമ്മയ്ക്ക് വയ്യാതാവുകയാണ്. അമ്മയെ പരിശോധിച്ച ഡോക്ടർ അവരുടെ അസുഖം കണ്ടുപിടിച്ചു. എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് പേഷ്യന്റിന്റെ ലാസ്റ്റ് സ്റ്റേജാ. നാളെ തന്നെ അമ്മയും കൂടി ആശുപത്രി പോണം. അങ്ങനെ ക്യാൻസർ ബാധിച്ച അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി മുന്ന ഡോക്ടറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് സിറ്റിയിലേക്ക് പോവുകയാണ്. ആദ്യം ആ പാടുന്ന ആളൊന്ന് ആശുപത്രി കൊണ്ടുപോകും. അയാളുടെ ഒരു കാറിലും കൂവലും. മുന്ന തന്റെ അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവർ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയാണ്. അമ്മ മരിച്ച സങ്കടത്തിൽ മുന്ന റോട്ടിലിരിക്കുമ്പോഴാണ് ലേഡി ഡ്രാക്കുള അവനെ കാണുന്നത്. എന്താണ് അവിടെ ഇരിക്കണേ? പിന്നെ തന്റെ നെഞ്ഞത്ത് വന്നിരിക്കണോ? അങ്ങനെ ഉണ്ടാവും. ഇതിപ്പോ വെറുതെ ഇരുന്നാലും പ്രശ്നമാണല്ലോ. അങ്ങനെ മുന്ന റോഡിലിരിക്കുന്നത് കണ്ട് സഹതാപം തോന്നിയ പോലീസ് അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനപ്പോ സെക്ഷൻ 30 കിടന്ന് ഇയാൾ റോഡിൽ വെറുതെ ഇരുന്നേനോ? I want to ask about the boy who's sitting outside. എന്താണ്? I want to ask about the boy who's sitting outside. അവനെ കൊണ്ട് അതിനൊന്നും ആവൂലെന്നേ. May I talk to your senior doctor? നീ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? ഇത് കൊണ്ടുപോയി നീ വിൽക്കുകയോ പണയം വെക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്. എന്നിട്ട് ബില്ലടയ്ക്ക്. ഇത് സ്വർണ്ണ ആണല്ലോ അല്ലേ? ഇനിയും തല്ലുകൊള്ളാൻ വയ്യ. എന്തൊരു വശപ്പശകണ്ടല്ലോ. ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് കുത്തിയേ. പാവത്തിന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? വെറുതെ ഇരുന്നാലും അടി. അടിയോടടിയാണ്. എന്താണ് ഇങ്ങനെ ജീവികള്? ഇതവന് ഞാൻ കൊടുത്തതാ. എന്തായാലും ഇത് നിങ്ങൾ തന്നെ എടുത്ത് ഇതിന്റെ കാശ് അവന് കൊടുക്ക്. ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് നിന്റെ ജാതകത്തിലുണ്ടാവും. അങ്ങനെ അമ്മയുടെ ചടങ്ങുകൾക്ക് ശേഷം ഡ്രാക്കുള ചേച്ചി മുന്നയെയും കൂട്ടി കടവുളിനെ കാണാൻ പോവുകയാണ്. ഇനി എന്താ പരിപാടി? കേറിക്കോ. ഇതാണ് ആ കടവുൾ. ബീജം ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ല. അപ്പൊ വായോണ്ട് തന്നെ ഓരോ ബീജം ഉണ്ടാക്കി വിടുകയാണ്. എന്റെ ഇറക്കലും കയറ്റലൊന്നും നീ തപ്പണ്ട. നീ ഇവനെ കളിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഇത് എന്ത് ഡയലോഗാണ്? കുറച്ചു നാളായിട്ട് ഈ ഉണക്കമീനും ചമ്മന്തിയാണേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇതെന്താ ആരെങ്കിലും ഛർദിക്കണ്ടോ അവിടെ? പെറുക്കിയൊളിച്ചെളുക്കിയ പാത്രം പോലെ ഉണ്ടല്ലോ സ്റ്റെവന്റെ മോന്താ. ഓ, ഇയാള് പിന്നെ ഷാരൂഖ് ഖാൻ ആയോണ്ട് കുഴപ്പമില്ല. നീ ഇവനെ കളിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഈ കടവുള് ഒരു ചെറിയ ഗുണ്ടാ നേതാവാണ്. നമ്മുടെ മുന്ന അങ്ങനെ കടവുളിന്റെ കൂടെ ചേരുകയാണ്. ഇവിടെ വെച്ചാ ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുന്നു. നല്ല ഇന്റർവെല്ല്. രണ്ടുപേര് തമ്മിൽ പരിചയപ്പെട്ടു. അവിടെ ഒരു ഇന്റർവെല്ല്. സൂപ്പർഡാ, സൂപ്പർ. എന്നപ്പ പലഹാരം ഓടിക്കോടാ. It was at this moment that he knew he fucked up. ഇയാളുടെ ഓട്ടൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മുന്നപ്പം അങ്ങോട്ട് ഒലത്തുന്നു. ഇനിയിപ്പോ എന്തിനാ അതിൽ തൂങ്ങി പിടിച്ച് നിക്കണ്? ആ വണ്ടി നിർത്തി. മുന്നേ ദൈവമേ എന്നെ അങ്ങ് തല്ലിക്ക് കൊല്ലി. എവിടെ ചെന്നാലും തല്ലുകൊള്ളാനാണല്ലോ മുന്നേ നിന്റെ യോഗം. മുമ്പ് തല്ലുകൊള്ളുന്നതിന്റെ ഇടയ്ക്ക് മുന്നേക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല. ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. അങ്ങനെ അടികൊണ്ട് ആസനത്തിൽ വരെ തഴമ്പ് വന്ന മുന്ന ഒടുക്കം മുന്നും പിന്നും നോക്കാതെ തിരിച്ചു തല്ലാൻ തുടങ്ങി. അല്ലാതെ വേറെ വഴിയില്ല, ചാവുന്നുള്ളൂ. ഒച്ചയമ്പോൾ ഉണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. പെർഫോമൻസിൽ എല്ലാരെയും കൊണ്ടുവിടുறேன்.
ആ സംഭവത്തിന് ശേഷം മുന്ന മൊത്തത്തിൽ അങ്ങോട്ട് മാറുകയാണ്. ഒരു അടാറ് ട്രാൻസ്ഫർമേഷൻ. സൂര്യമുഖ ഇനിയൊരു പുതിയ മുഖം, പുതിയ മുഖ ഇനിയൊരു പുതിയ മുഖം. ന്യൂസ് പേപ്പർ ഉണ്ടോ? വീഡിയോ ഒക്കെ പ്ലേ ആവണ ന്യൂസ് പേപ്പർ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ആരെ പ്രൊഡ്യൂസർ പാടിയ പാട്ടാണോ? പൊട്ടിത്തകരുന്ന്, പൊട്ടിത്തകർന്നു ഈ പടം. ഈ പാട്ട് പാടിക്കണത് ധർമ്മജനാണോ? എന്താ തൂറാൻ മുട്ടുന്നു? സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ചക്കപ്പനും ഡ്രാക്കുളയ്ക്കും പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ വിദേശത്തേക്ക് കടത്തുന്നതാണ് പണി. ഞാൻ കുറെ കിടന്നതാണ്. ഇപ്പോ ഇവളെ പോലുള്ളവർക്ക് ഡിമാൻഡ്. ഇത് മനസ്സിലാക്കിയ മുന്ന ചക്കപ്പനെയും ടീമിനെയും തീർക്കാൻ തീരുമാനിക്കുകയാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഇത് തുടങ്ങി വെച്ചല്ലോ ഈ സിനിമ, എങ്ങനെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണ്ടേ? But now you just stop with this morning argument മദാമെ കണ്ടല്ലോ. and you get the girl to the airport, okay? മാസന്നെ. അങ്ങനെ എല്ലാരും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചും വെട്ടി വീഴ്ത്തിയിട്ടൊക്കെ ചത്ത് മലന്ന് വീഴാണ്. നമ്മുടെ ലേഡി ഡ്രാക്കുള മാത്രം ഇതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കാണ്. നമ്മളില്ലേ കാടേറി ഭീമനെ ഒരട്ടക്കുഞ്ഞിനെ പോലും കടിയാക്കാതെ കാത്തതിന് ഇടുമ്പിക്ക് പകരം കിട്ടിയ എന്താണെന്ന് അറിയില്ലേ? അറിയില്ല. കാടിന്റെ സന്തതി നിന്ന് കഥാപ്രസംഗം പറയാണ്ട കൊല്ലടോ, പോയിട്ട് വേറെ പണിയുണ്ടിക്കി. അങ്ങനെ നമ്മുടെ ചക്കപ്പൻ കേടുവന്ന ചക്കപ്പഴം പോലെ ചത്തു വീണു. പിന്നെ ഒരു കിസ്സിംഗ് സീനാണ്. അയ്യോ, അത് സ്ക്രിപ്റ്റിലില്ല. മുന്നേ കിസ്സിന്റെ ഇടയിൽ ഡ്രാക്കുള ചേച്ചി മുന്നയുടെ കഴുത്തില് ബ്ലേഡ് കൊണ്ട് വരഞ്ഞു. അങ്ങനെ നമ്മുടെ മുന്ന ചത്തു. ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. ഇതെന്തപ്പോ ഉണ്ടായി എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എന്താണെങ്കിലും പടം കഴിഞ്ഞു, അതിക്ക് മനസ്സിലായി. പക്ഷേ ഈ ജാതി കോലാഹലങ്ങൾ അത് ഈ ലോകത്ത് ഒരിക്കലും അവസാനിക്കില്ലട്ടാ. അവസാനിക്കരുത്, അതന്നെയാണ് എനിക്ക് വേണ്ടത്. കുറെ സിനിമകൾ ഇങ്ങനെ കണ്ടുകൂട്ടണം. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിച്ചു. എന്തൊക്കെയാണ് നടക്കുന്നേ? നീ തൃശ്ശൂക്കാരുടെ ഡാൻസ് കണ്ടേ? ഓ, ഇനി അതും കൂടി കാണണോ? നീ തൃശ്ശൂക്കാരുടെ ഡാൻസ് കണ്ടേ? നാ കളിക്കടാ. ഇതാണോ തൃശ്ശൂരുകാരുടെ ഡാൻസ്? നീ തൃശ്ശൂക്കാരുടെ ഡാൻസ് കണ്ടേ? ഇവ നമ്മൾ നാളെ കെടുത്തുന്നോണ കേട്ടാ. നാ കളിക്കടാ. മുന്നയുടെ കഥയിലേക്ക് വന്നാൽ അമ്മ ജീവിച്ചിരിക്കുമ്പോ ഇയാള് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഒരു മരുന്നിന് പോലും ഉപയോഗം ഉണ്ടായിട്ടില്ല. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴും ഇയാള് നന്നായില്ല. ഇതിന്റെ ഇടയിൽ കാടിന്റെ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെയോ പുഴങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഉണ്ടായില്ല. അമ്മ മരിച്ച ശേഷം ഇയാൾക്ക് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാൽ മതി, അത്രേ ഉള്ളൂ. അതോടെ ഈ പടം കഴിഞ്ഞു. ഇയാളുടെ വീട് ആ കാട്ടിലല്ലേ, പിന്നെ എന്തിനാണ് ഇയാൾ ഈ നാട്ടിൽ നിന്നത്, കൊട്ടേഷൻ ടീമിൽ കയറിയതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയവനെ സമ്മതിക്കണം കേട്ടോ. ഇതിലെ ചില ഡയലോഗൊക്കെ കേട്ടിട്ട് ഒരു വായ ചോറുണ്ടാൻ പോലും എനിക്ക് തോന്നുന്നില്ല. സദ്യ കഴിഞ്ഞിട്ട് മോരം തൊട്ട ചന്തി കഴുകാനാ പട്ടിക്കുണ്ടായതാ പട്ടി തീട്ടം. ആരാന്റെ കുണ്ടിയിൽ അപ്പി കണ്ടിട്ടേ പന്നിനെ വളർത്തല്ലേട്ടാ കടവളെ. ഈ തീട്ടം തിന്നണ പട്ടിക്കുണ്ട സാറേ കുശുവിട്ട മാറ്റം. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്, കൺട്രിമേൻ. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ഡയറക്ടർക്ക് തൃശ്ശൂരിലുള്ള ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു തീർക്കുക. അല്ലാണ്ട് ഇതുപോലെ ഓരോ സിനിമ എടുത്ത് വെച്ച് പ്രതികാരം ചെയ്യരുത് പ്ലീസ്. എന്തായാലും ഈ ജാതി പടമൊക്കെ മൂഞ്ചിപ്പോയ ചരിത്രം ഉണ്ടായിട്ടുള്ളൂ, അത് ഇവിടെയും തെറ്റിയിട്ടില്ല. പൊട്ടിത്തകരുന്നേ.